ഇതൊരു കാണിച്ചു കൊടുക്കൽ കൂടിയാണ്. ഹക്കിനെ ഹക്കായി കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടി അള്ളാഹുവിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹക്കിനെ, ഒരു വസ്തുതയെ, ഒരു സത്യത്തെ ഹക്കായി ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു അതിനെ എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു എന്നാണ്. ഉടനെ തന്നെ പ്രാർത്ഥന, വർസുഖ്ന ഇത്തിബാഅഹു, അതിനെ ഇത്തിബാ ചെയ്യുക, അതിനെ പിൻപറ്റുക, അതിനെ നടപ്പിൽ വരുത്തുക, അതിനെ നിർവഹിക്കുക എന്നതിന് അതെൻ്റെ റിസുഖാക്കി മാറ്റണേ എന്ന്. വർസുഖ്ന അല്ലേ, വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ചോറ്, ചായ, പത്തിരി ഒക്കെ എണ്ണം കൂടുന്നതിനെ കുറിച്ചാണ് നമ്മളെ വിചാരം. റിസ്ക് എന്ന് പറഞ്ഞാൽ തിന്നണത് എന്നാണ് നമ്മൾ എങ്ങനെയോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു റിസ്ക് തരും, അള്ളാഹു റിസ്ക് തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു തിന്നാൻ തരും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. തിന്നാൻ തരുന്ന കാര്യത്തിന് മാത്രമല്ല റിസ്ക്. റിസ്ക് എന്ന് പറയുന്നത് നമ്മളായി നിലനിർത്തുന്നതിന് അള്ളാഹു നമ്മളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശേഷികളും റിസ്ക്കാണ്. ഹക്കിനെ പിന്തുടരുക എന്നതും റിസ്ക്കാണ്. അല്ലാഹുമ്മ ഉർസുഖ്ന, ഞങ്ങൾക്ക് റിസ്ക്കാക്കണേ, ഇത്തിബാഅഹു, ഹക്കിനെ പിന്തുടരുക എന്നതിനെ. ഇത്തവണ ആള് കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലേ? എന്താ കാരണം? മക്കയേക്കാൾ ഒരു ദിവസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം, 2 ദിവസമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിലേക്കല്ല ഇപ്പോൾ ഞാൻ പോകുന്നത്. ഇതൊരു റിസ്ക്കാണ്. ഹക്കിനെ പിന്തുടരുക എന്നതൊരു റിസ്ക്കാണ്. ആ റിസ്ക്കായിട്ട് കിട്ടണോ അള്ളാഹുവിൽ നിന്ന്? അതിന് ചോദിക്കാൻ പഠിപ്പിക്കുക. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖൻ, ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാൻ മാത്രമല്ല അതിനെ ഫോളോ ചെയ്യാൻ, അതിനെ അനുധാവനം ചെയ്യാൻ, അതിനെ നിർവഹിക്കാനുള്ള ശേഷിയെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതമായി, ഞങ്ങളുടെ ഓഹരിയായി തരണേ. ഇതിപ്പോൾ നമുക്ക് നല്ല ഉദാഹരണമാണ്. ദുൽഹിജ്ജ 10 എന്നത് ഇന്നാണ് എന്ന ഹക്കിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതിനനുസൃതമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അള്ളാഹു നമുക്ക് ശേഷി തന്നിരിക്കുന്നു. അതിൻ്റെ റിസ്ക് നമുക്ക് കിട്ടി. ഇതേപോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഹക്ക് ഹക്കായി മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ അനുധാവനം ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരവസ്ഥ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം നമുക്ക് മനസ്സിലായ ഹക്ക് മനസ്സിലാവാത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെയും തെറ്റുകാരാണ് എന്ന് വരുത്തി തീർക്കലാണോ? അല്ല. നമ്മൾ കുടുങ്ങിപ്പോയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹം കുടുങ്ങിപ്പോയിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് എല്ലാ ആളുകളും, ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും ചെയ്തു പോന്നിട്ടുള്ള ചില ശീലങ്ങൾ കാരണമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്കൊരു ഹക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യത ആ ഹക്ക് മനസ്സിലായിട്ടില്ലാത്ത ആൾക്കാരൊക്കെ തെറ്റിലാണ് എന്ന് ഓർപ്പിക്കലാണ്. ഇത് ഹക്കാണ് എന്ന് മനസ്സിലാവലല്ല, ഇത് മനസ്സിലാവാത്ത ആൾക്കാരൊക്കെ തെറ്റിലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ ഉത്തരവാദിത്തമായി നമ്മളിൽ വന്നു ചേരുന്നത്. അല്ല, ഒരു ഹക്ക് ഹക്കാണെന്ന് മനസ്സിലായാൽ പിന്നെ ഉത്തരവാദിത്തം അതിനെ ഫോളോ ചെയ്യുക എന്നതാണ്. അതിനെ ഫോളോ ചെയ്യുക എന്നതാണ്. ആ അർത്ഥത്തിൽ ഞാൻ എന്നോടടക്കം ഒരു ആത്മപരിശോധനക്കായി ചോദിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീയതി സമ്പ്രദായങ്ങളുടെ ഭാഗമായി, കാലഗണനയുടെ ഭാഗമായി ചന്ദ്രനെ, അതിൻ്റെ 2 അവസ്ഥകളെ, ഒന്ന് അഹില്ല, അതിൻ്റെ കാണുന്ന രൂപങ്ങളെ, മറ്റൊന്ന് മൻസിൽ, അത് നിൽക്കുന്ന ഇടത്തെ, ഇങ്ങനെ 2 കാര്യമുള്ളൂ ചന്ദ്രന്. ഒന്ന് അതിനെ നമുക്ക് കാണാവുന്ന രൂപം, മറ്റൊന്ന് അത് നിൽക്കുന്ന സ്ഥലം. ഖുർആൻ അതിന് അഹില്ല എന്നൊരു ഭാഗത്ത്, മൻസിൽ എന്ന് വേറൊരു ഭാഗത്ത്. ഇതിനെ നിർണയിച്ചു തന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ നിങ്ങൾ കാലം, അതിൻ്റെ കണക്കും വകുപ്പും എണ്ണവുമൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ്.
എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ പെരുന്നാൾ നമസ്കരിക്കാൻ കൂടിയത് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെയാണോ? ഈ ദുൽഹിജ്ജയുടെ പെരുന്നാളും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് തലേ ദിവസം ഇന്നലെ കഴിഞ്ഞു പോയ അറഫ നോമ്പും ഒന്നുകൂടി പോയാൽ ഇനി വരാനിരിക്കുന്ന മുഹറം 10 നോമ്പും പിന്നെ അങ്ങോട്ട് റമളാനും റമളാനിൻ്റെ പെരുന്നാളും ഇത്ര തന്നെയല്ലേ ഉള്ളൂ നമുക്കും. ഈ ഹക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന മറ്റെന്തെങ്കിലുമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്ന ഈ ഹക്ക് മനസ്സിലായി എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ തെറ്റിപ്പോയല്ലോ, അതെങ്ങനെ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്ന ബോധമല്ലേ? നമ്മൾ എന്താണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടത് എന്നത് മറന്നു പോകുന്ന അവസ്ഥയാണത്. അല്ലാഹുമ്മ ആമന റസൂലുവിൽ അതാണ് ദുആ ചെയ്തത്, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന. ഞങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നീ അതിൻ്റെ പേരിൽ ഞങ്ങളെ പിടിക്കല്ലേ എന്ന്. എന്തിനാ ഇത് അവിടെ ദുആ ചെയ്തത്? ഈ ഉമ്മത്തിൻ്റെ തന്നെ പ്രത്യേകത എന്താ അറിയോ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന് മറവി മൊത്തത്തിൽ പൊറുക്കപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ പൊറുക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു ആയത്ത് വഴി ഇതിങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്? റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന, ഞങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നീ ഞങ്ങളെ പിടിക്കരുതേ എന്ന് പറയണമെങ്കിൽ മറന്നു പോയാൽ പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരാളോടല്ലേ ആ പറയുന്നത്? മറന്നു പോയാൽ പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത് എന്ത്? മറന്നു പോയാൽ നീ ഞങ്ങളെ പിടിക്കല്ലേ എന്ന്. അപ്പൊ ഏത് മറവിയെ കുറിച്ചാണ് ഈ പറയുന്നത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നത് മറന്നുപോകും. എന്താണ് ഉത്തരവാദിത്തമായി എന്നിൽ വന്നു ചേർന്നത് എന്നത് മറന്നുപോകും. അത് നിർവഹിക്കാനുള്ള ശേഷിയാണ് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതല്ലാത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതെന്താ? ഈ ലോകത്ത് ഇപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബാക്കി പെരുന്നാൾ നമസ്കാരങ്ങളും അതിൻ്റെ ആളുകളും തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ എൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തോന്നിപ്പോകും. എന്നാൽ അതിനുള്ള ശേഷി ഉണ്ടാ? ഇല്ല. കാരണം എന്താ? അത് അള്ളാഹ് ഉത്തരവാദിത്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ശേഷിയും നമുക്കുണ്ടാവില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ നരകിച്ചു കൊണ്ടിരിക്കും. റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ. ദീനിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് സ്വയം ഭാരം പേറി നടന്ന മുൻഗാമികളെപ്പോലെ ഞങ്ങളെ നീ ആക്കല്ല അല്ലാഹ്. ഇത്ര പച്ചക്ക അള്ളാഹിനോട് നമ്മൾ പറയണേ. അതുകൊണ്ട് അള്ളാഹ് എന്താ ഏൽപ്പിച്ചത് എന്നതിനെ മനസ്സിലാക്കിയെടുത്താൽ ആ ഏൽപ്പിച്ചതിനെ നിർവഹിക്കാനുള്ള ശേഷി എന്നിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ, അതിൻ്റെ പ്രതിഫലത്തിലോ അതിൻ്റെ റിസൾട്ടിലോ അല്ല, അത് നിർവഹിക്കാനുള്ള ശേഷി എന്നിലുണ്ട് എന്നതിൽ ദൃഢബോധ്യമുള്ളവരായി മാറുക എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് അദ്ദേഹത്തെ ജീവിപ്പിച്ച ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് എപ്പോഴൊക്കെ അള്ളാഹു അസ്ലിം എന്ന് പറഞ്ഞുവോ അപ്പോഴൊക്കെയും അസ്ലം തു, എപ്പോഴൊക്കെ അനുസരിക്കുക എന്ന് പറഞ്ഞോ അപ്പോഴൊക്കെ ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞ അങ്ങനെ പൂർത്തിയായ ഒരു ജീവിതത്തിൻ്റെ ആഘോഷമാണിന്ന്. അങ്ങനെ പൂർത്തിയായ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു എന്നിലേക്ക് എത്തിച്ചു തരുന്നുവോ അതൊക്കെ ഞാൻ ഏറ്റെടുത്ത് അതിൻ്റെ നിർവഹണത്തിന് ഇതാ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പ്രതിവചിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആഘോഷമാണ് ഇന്ന് എന്ന് നാം തിരിച്ചറിയുക. ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആഘോഷമാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക ഇബ്രാഹിം മില്ലത്തുമായി ഏകീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിധത്തിൽ നമ്മുടെ പിതൃസ്ഥാനീയനായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഏറ്റെടുക്കാൻ
ഈ പെരുന്നാൾ നമുക്ക് അവസരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഈ പെരുന്നാളുകളിൽ തന്നെ പങ്കെടുക്കുന്ന പലരും രോഗികളാണ്. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ അഹമ്മദുൽ കബീർ പലർക്കും പരിചയം ഉണ്ടാവും. ഇവിടെ ഈദ്ഗാഹുകളിലൊക്കെ വരുന്ന ആളാണ്. വളരെ അവശനാണ്. വയറ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ പല വിഷയങ്ങളും അദ്ദേഹത്തിനുണ്ട്. പല രീതിയിലുള്ള ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആശ്വാസത്തിലല്ല, അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകുമാറാകട്ടെ. അതുപോലെ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിൽ തന്നെ പലരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബ് അതിനൊക്കെയും വിടുതി നൽകി നമുക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ സദാസമയവും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വളരെ ക്രിയാത്മകമായി മുസ്ലിം സമൂഹം പ്രതികരിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണ്, സാധാരണ പ്രതികരണങ്ങൾക്ക് വിരുദ്ധമായി ബംഗാളിൽ നിന്ന് വളരെ സുന്ദരമായൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു. ബലി നൽകാൻ ഞങ്ങളാരും ഞങ്ങളുടെ സഹോദരങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ മാതാവായി കാണുന്നതിന് ബലി കൊടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എനിക്കത് കേട്ടപ്പോൾ ഹുദൈബിയ സന്ധിയാണ് ഓർമ്മ വന്നത്. ഹുദൈബിയ സന്ധിയിൽ മക്കയിൽ നിന്ന് വന്ന ആളുകൾ റസൂലുള്ളാഹിയോട്, മക്കയിൽ നിന്ന് ഒരാളുണ്ട് വന്നാൽ അപ്പം തന്നെ മദീനയിൽ നിന്നിട്ട് തിരിച്ചു പറഞ്ഞയക്കണം. ശരി, റസൂലുള്ള സൈൻ ചെയ്തു. അടുത്ത കണ്ടീഷൻ, മദീനയിൽ നിന്നൊരാൾ മക്കയിലേക്ക് വന്നാൽ അയാളെ ഞങ്ങൾ വിട്ടു തരൂല. ശരി. ഉമർ റളിയല്ലാഹു അൻഹുവിന് രക്തം തിളച്ചു. പതുക്കെ പോയി ചോദിച്ച്, അല്ല നിങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ തന്നെയല്ലേ? ചില നടപടികളും നിലപാടുകളും അങ്ങനെയാണ്, അപ്പം അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രതിധ്വനി, ആ പ്രതിധ്വനി അതിരസകരമായിരിക്കും. അത്തരത്തിലുള്ള പ്രതികരണ ശേഷികളും പ്രതികരണ രീതികളും മുസ്ലിം മനസ്സുകളിൽ വളർന്നു വരാൻ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ആ വിധത്തിൽ വിചാരപരമായും വികാരപരമായും നമുക്കും വളരാൻ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അതിനൊന്നും ശേഷിയില്ലാതെ ദുർബലമായ ശാരീരികാവസ്ഥകൾ കൊണ്ടും ദുർബലമായ വിചാര ചിന്താ അവസ്ഥകൾ കൊണ്ടും ക്ഷീണിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കുറേയുണ്ട്. അവരൊക്കെ അള്ളാഹു ഇടങ്ങേറുകളിൽ നിന്ന് മോചിതമാകട്ടെ. അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള നേതൃത്വങ്ങളെ അവർക്ക് സമ്മാനിച്ചുകൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജീവിതത്തിൽ തന്നെ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ വളരെ സ്വസ്ഥമായി, സ്വതന്ത്രമായി, സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തന്നെ ജീവിക്കുവാൻ അവർക്കൊക്കെയും അള്ളാഹു അവസരം നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മറ്റന്നാൾ നടക്കാനിരിക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലേക്ക് പരമാവധി നമ്മൾ പങ്കെടുക്കണം. നിങ്ങൾ നമസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ നമസ്കരിച്ചാൽ അത് തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു, ഈമാനുള്ള ആളുകളോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഒരു പക, ഒരു ചെറിയ ഒരു നിസ്സാര ഭാവം പോലും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് നാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഈദിൻ്റെ എല്ലാ പൊലിമയും ഒരുപക്ഷെ മറ്റന്നാളത്തോടെ റിവേഴ്സായി പ്രതികൂലമായി ഭവിക്കും. മറ്റന്നാൾ നമ്മുടെ മാനസികാവസ്ഥ മുഴുവൻ പടച്ചോനെ ഇവരൊക്കെ ആകെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന വിചാരത്തിലാണ്ടായിപ്പോയാൽ നമ്മൾ ആർജിച്ച എല്ലാ പോസിറ്റിവിറ്റിയും പോയി. അതിനു പകരം അവരെക്കുറിച്ച് നാം മനസ്സിലാക്കുക, നമ്മൾ മുമ്പ് പലപ്പോഴും ഇപ്പോഴും പല വിഷയങ്ങളിലും ഉള്ളതുപോലെ ചില തെറ്റുകളെ ശരിയാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. തെറ്റാണത്, പക്ഷേ അവർ അതിനെ ശരിയാണ് എന്ന് മനസ്സിലാക്കിയവരാണ്. ഇന്ന് നമ്മൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ
നമ്മളിൽ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈമാനികമായ ബോധമെന്താണോ അത് ആഗ്രഹിച്ചും അനുഭവിച്ചും തന്നെയാണ് അവരും അവിടെ ഇരിക്കുന്നത് എന്ന് മിനിമം നാം മനസ്സിലാക്കണം. നമ്മുടെ സഹോദരങ്ങളെ കാണുവാൻ, അവരുമായുള്ള വ്യവഹാരങ്ങളുടെ വിശ്വാസ്യതയെ വളർത്തുവാൻ, അത് ബലപ്പെടുത്തുവാൻ ആ സന്ദർഭങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് പള്ളികളിലാണെങ്കിൽ പള്ളികളിൽ, ഈദ്ഗാഹുകളിലാണെങ്കിൽ ഈദ്ഗാഹുകളിൽ അങ്ങോട്ടൊക്കെ പോവുക. അവരോടൊപ്പം ആ ആഘോഷത്തെയും നമ്മൾ ചേർത്ത് വെക്കുക. അതോടൊപ്പം ഹൃദയത്തിൽ ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുക. ഈ അബദ്ധത്തിൽ നിന്ന് ഈ ഉമ്മത്ത് മൊത്തമായി മാറുന്നതിന് സഹായകമായ വിധത്തിൽ എൻ്റെ ഈ നാട്ടുകാരെ, എൻ്റെ ഈ സഹോദരങ്ങളെ ബോധതലത്തിൽ നീ വളർത്തിക്കൊണ്ടുവരണേ അല്ലാഹ്. അതിന് സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ് എന്ന് നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധ്യമാവുന്നത്ര നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ശാരീരികമായോ സാമ്പത്തികമായോ അവർക്കൊക്കെ ആശ്വാസവചനങ്ങൾ നൽകുക. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരോട് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. അവർ കഷ്ടപ്പെടുന്നവരായിരിക്കും, അവർ രോഗം കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവരോട് സംസാരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാവുക. അവരിൽ പ്രതീക്ഷ വളർത്തുക. അള്ളാഹു എന്ന ബലത്തെ അവരുടെ ഉള്ളിൽ ഉറപ്പിക്കുക. അതിന് നമ്മുടെ സന്ദർശനം സഹായകമായാൽ ആ സന്ദർശനം അവസാനിക്കുന്നത് വരെയും നമ്മൾ സ്വർഗീയമായ അവസ്ഥയിലായിരിക്കും. അത്തരം പ്രവർത്തനങ്ങൾ ഈ ദിവസത്തിൽ വർദ്ധിപ്പിക്കുക. ഉളുഹിയ്യത്ത് അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ നിയ്യത്ത് ചെയ്ത, അതിൽ നിർവഹിക്കാൻ ആയ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഉപചാരങ്ങളിലായിരിക്കും. നഖം മുറിക്കരുത്, മുടിവെട്ടരുത് പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും അവരുണ്ടാവുക. അത്തരം ആളുകൾ അത് കഴിയുന്നത് വരെ ആ ഉപചാരങ്ങൾ തുടരുക. അതിലൂടെയൊക്കെ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൻ്റെ മാധുര്യത്തെയാണ് നാം അനുഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അർഹമായ നിലയിൽ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم ربنا تقبل منا حسناتنا وتجاوز عنا سيئاتنا وتوفنا مسلمين وألحقنا بالصالحين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الكفرة والكافرين. اللهم انصر الجيوش المسلمين في كل مكان. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا عزيزا. اللهم انصرهم نصرا عزيزا. اللهم رب ارحمهم كما ربونا صغارا. وآمين برحمتك يا أرحم الراحمين.